എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ, അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ അവരെന്നോട് ഇതാണ് ഇന്ത്യ. അതിരുകൾ ഭേദിച്ചെത്തിയ ഭീകരത അഴിഞ്ഞാടി അനാഥമാക്കിയ പാവ മനുഷ്യർ. ഭീകരർ ആ മനുഷ്യ ശത്രുക്കളുടെ ശ്രമം എല്ലാ അർത്ഥത്തിലും വിഫലമാക്കിയാണ് ഇന്ത്യ ഇന്ന് ഉണർന്നത്. അവിടെ പൊലിഞ്ഞ മനുഷ്യർ മാത്രമാണ് ഞങ്ങളുടെ തീരാനഷ്ടം. അതിനപ്പുറത്തേക്ക് ഒരു നുള്ളു നഷ്ടവും ഭീകരവാദികളെ നിങ്ങൾക്ക് ഈ മണ്ണിനെ ഏൽപ്പിക്കാനാകില്ല. കശ്മീർ മുതൽ കന്യാകുമാരി വരെ നാട് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചു. കശ്മീരിലും ജമ്മുവിലും ഹർത്താൽ തുടങ്ങിയത് അണിയണിയായി കോടിക്കണക്കിന് ജനം അതിൻ്റെ വൈകാരിക ഭാവത്തെ ഏറ്റെടുത്തു. അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഭാവത്തെയും തൊടുത്തുവിട്ടു. വിഭാഗീയതയുടെ വെടിമരുന്നിടാൻ ശ്രമിച്ചതടക്കം വിഫലമാക്കിയ സാമൂഹിക ഇന്ത്യയാണ് ഭീകരാക്രമണങ്ങൾക്ക് ശേഷം കരുത്തായത്. ഇനി രാഷ്ട്രീയ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയ ശക്തികളാകെ മീൻപിടുത്തമല്ല ഈ ഘട്ടത്തിൽ ലക്ഷ്യമാക്കിയത്. ഭീകരതയ്ക്കെതിരെ രാജ്യത്തോടൊപ്പം നിൽക്കാനാണ് എല്ലാവരും ശ്രമിച്ചതത്രയും. അതിർത്തികൾ വെടിക്കോപ്പുകൾ സജ്ജമായി കഴിഞ്ഞു. നയതന്ത്ര സ്ട്രൈക്കിന് പുറമെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. അർദ്ധമാനവരായ ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാതിരിക്കാൻ മനുഷ്യ ശത്രുക്കളെ വേരോടെ പിഴുതെറിയണം. അതിർത്തിയും അതിരും ലംഘിക്കുന്നവർക്ക് അറുതി വരുത്താൻ ഇനി എന്തൊക്കെ വേണം? ഇതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. എ സമ്പത്ത്, CPIM നേതാവ്, മുൻ MP. KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ. ബ്രിഗേഡിയർ വേണു നായർ. ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണു. ആദ്യം ബ്രിഗേഡിയർ വേണു നായരിലേക്ക്. ബ്രിഗേഡിയർ, നോക്കൂ, ഇന്ത്യ ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. ആ കരുത്താണ് യഥാർത്ഥത്തിൽ എല്ലാ ഭരണകൂടങ്ങൾക്കും ഒപ്പം നമ്മുടെ പട്ടാളത്തിനുമൊക്കെ കരുത്തായി മാറുന്നത്. ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യങ്ങളെ താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെ? പാകിസ്ഥാനും അവരുടേതായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ജവാനെ അടക്കം, അബദ്ധത്തിൽ അതിർത്തി കടന്ന ഒരു ജവാനെ അടക്കം പിടിച്ചു വച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലങ്ങളിൽ പല വിധത്തിലും പാകിസ്ഥാനും പ്രകോപനങ്ങൾ വീണ്ടും തീർക്കുകയാണ്. നയതന്ത്ര സ്ട്രൈക്കിന് പുറമെ ഇനി ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യ നീങ്ങുന്നത്? അതിർത്തിയിലെ ആ സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ. എല്ലാവർക്കും ജയ് ഹിന്ദ്. ഇന്നത്തെ പാനലിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ MP ശ്രീ സമ്പത്തും കൂടെ ഉണ്ട്. ഇന്നലെ ഞങ്ങളൊരു പാനലിലുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു പെഹൽഗാമിൽ ഉണ്ടായത്. അതിലെ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സുരക്ഷയിലെ കുറവ് വന്നു എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും. എന്നാൽ ഈ സ്ഥലത്തെപ്പറ്റി ഒന്ന് ഞാനതിനെ ക്വാളിഫൈ ചെയ്യാം. ഇത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഡെപ്തിലുള്ളൊരു സ്ഥലമാണ്. ഈ പ്രദേശങ്ങളിൽ അനന്തനാഗ് മിലിറ്റൻസിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. കാശ്മീരിൻ്റെ ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ പോകുന്ന ഒരു 700-800 കിലോമീറ്ററോളം നീളമുള്ള ലൈൻ ഓഫ് കൺട്രോൾ ആർമിയുടെ കീഴിലാണ്. അതിൻ്റെ ഒരു ഡെപ്ത് അബൌട്ട് 10 കിലോമീറ്റേഴ്സും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഈ ഇൻസർജൻസ് തുടങ്ങിയ സമയത്ത് എല്ലായിടത്തും ആർമിയുടെ കൺട്രോളിലായിരുന്നു. അത് കഴിഞ്ഞ് ഇൻസർജൻസി അണ്ടർ കൺട്രോൾ വന്നപ്പോൾ അവർ പോലീസ് ഫോഴ്സസിനും BSFനും CRPFനും ഒക്കെ കൊടുത്തിട്ട് അവർ പഴയ ലൈൻ ഓഫ് കൺട്രോളിലേക്ക് മടങ്ങി.
അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഒരു ഗ്രിഡുണ്ട്. പിന്നെ ഇതിനെ എല്ലാവരെയും കൂടെ ഏകോപിപ്പിക്കാൻ ഒരു യൂണിഫൈഡ് കമാൻഡും കൂടെയുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് വാലി JNKയുടെ സുരക്ഷ ഈ പറഞ്ഞാൽ യൂണിഫൈഡ് കമാൻഡിൻ്റെ കീഴിലാണ്. അവരുടെ ഒരു യോജിപ്പും എല്ലാം ഇതിന് വരും. പക്ഷേ ഇവിടെ പേൽഗാമിലുണ്ടായിരുന്ന കാര്യം, അവിടെ ഏതായാലും പോലീസ് സ്റ്റേഷൻ തുടങ്ങി അവിടുത്തെ, ഞാൻ മനസ്സിലാക്കിയത് CRPF ആയിരുന്നു അവിടുത്തെ ചുമതലക്കാരെന്നാണ്. അവിടെ എന്താണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നെല്ലാം നമുക്ക് ഇനി പരിശോധിക്കാം. ഏതായാലും ഈ വിഷയമുണ്ടായി, ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ ആ ഒരു പ്രസംഗം നമ്മളെല്ലാവരും പല ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പാകിസ്ഥാനിൻ്റെ ചുമതല എന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇക്കോണമിയെ നിയന്ത്രിക്കലാകട്ടെ, അവിടുത്തെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നതും എല്ലാം അവിടുത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ അതിൻ്റെ ചുമതലയായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ജനറൽ മുനീർ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ആർമി ഓഫീസറാണ്. അദ്ദേഹം വളരെ ഒരു മതത്തിനെ കൂടി തൻ്റെ അധികാരത്തിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഒരു സമ്മേളനത്തിൽ എക്സ്പാറ്റ്സിൻ്റെ ഒരു ബിസിനസ് സമ്മേളനത്തിന് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അദ്ദേഹത്തിന് പറയേണ്ട അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതും കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏതായാലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിനാണെന്നുള്ളതിന് സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിൽ നമ്മുടെ ലഷ്കർ ഇ തയ്യബ തന്നെയാണ് ഈ JNKയിലുള്ളത്. അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നരഹത്യയ്ക്ക് ശേഷം നമുക്ക് ഇന്ത്യ അതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പിടി കണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യ അവിടുത്തെ 26 മൃതദേഹങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊതുജനം ആഗ്രഹിക്കുന്നത് ഒരു കൈനറ്റിക് റെസ്പോൺസ് ആണ്. പക്ഷേ അതെടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിന് പല കാര്യങ്ങൾ, ഇതിൻ്റെ കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. ഇത് യുദ്ധം ഈ ലൈൻ ഓഫ് കൺട്രോളിൽ 1947-48 യുദ്ധത്തിന് ശേഷം 2 ആർമികളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു രേഖയാണ്. അന്നു മുതൽ ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായല്ലോ, ഒരു 25 ബറ്റാലിയൻസ് ടേൺ ഓവർ തീർന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റ്മോസ്റ്റ് ആയിട്ടാണ് എപ്പോഴും ഉള്ളത്. ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ സീസ് ഫയർ രണ്ടുപേരും കൂടെ സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഇപ്പോൾ നേരെ ലൈൻ ഓഫ് കൺട്രോളിൽ പണ്ട് ഞാനുണ്ടായിരുന്ന സമയത്തുണ്ടായ ഫയറിങ് ഇപ്പോൾ നടക്കുന്നില്ല. സിയാച്ചിനിലും ഗൺസ് സൈലൻ്റ് ആണ്. അപ്പോൾ അവിടെ 2 സൈന്യങ്ങളും എന്തിനു വേണ്ടി എപ്പോഴും തയ്യാറാണ്. ചില സ്ഥലങ്ങളിൽ ലൊക്കാലിറ്റി ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണെങ്കിൽ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ താഴത്തുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ് ടാർഗറ്റായിട്ട് എടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ 2-3 ഭാഗങ്ങളായിട്ടാണല്ലോ ഇതിൻ്റെ റെസ്പോൺസ് പോകുന്നത്. അപ്പോൾ നയതന്ത്രപരമായ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ ചെയ്യാത്തത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇഫക്റ്റിനെപ്പറ്റി നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ടതിന് അത് കൈനറ്റിക് ആർമിയെ ആണോ ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. തീർച്ചയായും അത്തരത്തിൽ നാം കരുത്തരാണ് എന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസവും, അങ്ങനെയാണ് നമ്മുടെ വസ്തുതകളും മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ ബ്രിഗേഡിയർ തിരിച്ചെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധനായ KP ഫാബിയൻ കൂടി ചേരുകയാണ്. ശ്രീ KP ഫാബിയൻ, ഇപ്പോൾ നിരവധി കരാറുകൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ റദ്ദാക്കുന്നു, നയതന്ത്രമായൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തുന്നു. തുടർന്ന് ഇപ്പോൾ ഇന്ത്യ നീക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഭീകരതയ്ക്കെതിരെ നമുക്കുണ്ടായ ഈ നഷ്ടം ഇനി ആവർത്തിക്കാതിരിക്കാൻ ഭീകരതയ്ക്കെതിരെ സമഗ്രമാകുന്നത്? ഇപ്പോഴത്തെ നീക്കങ്ങൾ സമൃദ്ധമാണോ? പ്രവചിക്കാൻ സാധിക്കില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാൻ ഇപ്പോഴും ടെററിസം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ പാർട്ടാണ്. കാരണം ഈ നടന്ന കൂട്ടക്കൊല അതിൽ ISIക്ക് മിക്കവാറും പങ്കുണ്ടായിരിക്കണം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഇതാണ്, നമ്മൾ
അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും പറയുക. അതിൽ പാകിസ്ഥാന്റെ ഇതിലുള്ള പങ്കാളിത്തത്തിന്റെ എവിഡൻസ് കൊടുക്കുക. അത് പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ മറുപടി. ആ മറുപടി നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നടപടികൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല, നമ്മളത് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് എത്രത്തോളം സാധുതയുണ്ട് നിയമപരമായി നിലനിൽക്കുന്നതിൽ? സാധുത നിയമപരമായിട്ട് അത് ശരിയല്ല. കാരണം ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തർക്കങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു ക്ലോസ് ഉണ്ട്. അത് വേൾഡ് ബാങ്കിനോട് ചോദിച്ചിട്ട് അതിന്റെ വേൾഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ നിയമപരമായിട്ട് ആ ചെയ്തത് ശരിയല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ പൊളിറ്റിക്കലായിട്ട് പറയാൻ സാധിക്കും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്നു, വെള്ളം വേണം അഗ്രികൾച്ചറിന്, വെള്ളം വേണം ജീവിക്കാൻ. പാകിസ്ഥാനിന് ഇന്ത്യയിലേക്ക് ടെററിസമാണ് പ്രവാഹിക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇത് നമ്മൾ സമ്മതിക്കണം? അതൊരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് ഇതിൽ സസ്പെൻഡ് ചെയ്തത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ശ്രീ കെ പി ഫാബിയൻ, ഞാൻ തിരിച്ചെത്താം ഉടനെ. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, നോക്കൂ, ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിലൊക്കെ വലിയ പരാജയമുണ്ടായി. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മളത് പറയുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് നമുക്കാവശ്യം. അല്ലെങ്കിൽ അതിനെ വേരോടെ പിഴുതെറിയുകയാണ് നമ്മുടെ ആവശ്യം. അവിടെ ആ കാശ്മീരിയായ ആദിൽ രക്തസാക്ഷിയായത് മുതൽ തുടങ്ങുന്നു ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തോക്ക് ഭീകരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി മുതിർന്ന ആ കാശ്മീരിയായ മനുഷ്യൻ ആദിൽ, അയാൾ തോക്കിൻകുഴലിൽ, ഭീകരരുടെ തോക്കിൻകുഴലിൽ പിടഞ്ഞു വീഴുകയാണ് നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കൊപ്പം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ തുടങ്ങി അവിടെ ജമ്മുവിലും കാശ്മീരിലും ഒക്കെ ഹർത്താൽ ഉണ്ടാക്കുന്നു, ഹർത്താൽ വരുന്നു. അത് പിന്നീട് അണിയണിയായി ഓരോ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഭീകരവിരുദ്ധതയുടെ ഒരു സന്ദേശമായി മാറുന്നു. ഇങ്ങനെ ഒരു ഘട്ടമുണ്ട്. ഇനി ഇത് കൃത്യമായി ഗോൾ മുഖത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഭരണത്തിന് സാരഥ്യം വഹിക്കുന്നവരാണ്. 2019 കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. അതിനുശേഷമാണ് കാശ്മീരിൽ ഒരു ശാന്തത കൊണ്ടുവരാനും ടൂറിസം മേഖലയിൽ തന്നെ കാശ്മീരിൻ്റെ എല്ലാ വിധത്തിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് പേരുടെ കൈകളിലേക്ക് വരുമാനം എത്തിക്കാനും അങ്ങനെ തുടങ്ങിയ നിരവധി നടപടികളിലൂടെ കാശ്മീരിലെ ഭീകരവാദത്തിൻ്റെ വേരുകൾ കേന്ദ്ര സർക്കാർ അറുത്തു വരികയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ വലിയ മാറ്റങ്ങളാണ് ഭീകരവാദത്തിനെതിരെ കാശ്മീർ ജനതയുടെ തന്നെ വലിയ പ്രതിഷേധം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാശ്മീരിലുടനീളം തുടർന്ന് രാജ്യത്തുമൊക്കെ നമ്മൾ കണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 26 ജീവനുകൾ ഞങ്ങൾക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ, സംസാരിച്ചു കേട്ടെ. ഇങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി പോകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാശ്മീർ വിഷയം ചർച്ചയാക്കുവാനും പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ മുംബൈ അറ്റാക്കിൻ്റെ കുറ്റവാളി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുകയും അതിലെ നിർണായകമായ ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഹാഫിസ് സയ്യിദിൻ്റെ വിശ്വസ്തരടക്കം അജ്ഞാതന്മാർ വെടിവെച്ച് കൊന്ന് അവരെല്ലാം ഭയപ്പാടിലായ വലിയൊരു സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാന് ചുറ്റുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ നമ്മുടെ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. ഈ ആക്രമണം എന്ന് പറയുന്നത് സാധാരണ ഒരു കാശ്മീരിൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലുള്ള ഒരു ഭീകരവാദ ആക്രമണമല്ല, ഹമാസ് മോഡലിലുള്ള ഒരു ആക്രമണമായിരുന്നു. കാരണം ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചത് സാധാരണ സൈനികർക്ക് നേരെയാണ് ആയുധമായി ഈ ഭീകരവാദികൾ തെരുവിലിറങ്ങുകയാണെങ്കിൽ ഇത്തവണ ഇസ്രയേലിൽ ഇറങ്ങിയതുപോലെ അതേ മാതൃകയിൽ സാധാരണക്കാരായ നിരായുധീകരായ ജനങ്ങൾക്ക് നേരെ ഇറങ്ങി അവരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മതം തിരിച്ച് നിർത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ട് കൊല്ലുന്ന അതിഭീകരമായ സാഹചര്യം. കാരണം നമ്മുടെ രാജ്യത്ത് പോലും മതാടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കണമെന്ന് ഈ ഭീകരവാദികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതൊന്നും വിലപ്പോകുന്നില്ല. ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനും അവരുടെ തീവ്രവാദ സംഘടനകളും രാജ്യത്ത് പലവിധത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം മുനയൊടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിശക്തമായ തിരിച്ചടി അവർക്കുണ്ടാകും.
2019 ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു അതിശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കും, അത് ശക്തമായ തിരിച്ചടി കൊടുത്തു. ഇന്ന് പ്രധാനമന്ത്രി അസക്തനായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ചോര വീഴ്ത്തിയവർക്കെതിരെ അതിശക്തമായ പ്രതികരണം രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയെയും ഈ രാജ്യത്തിന് പുറത്തേക്കോ അരങ്ങുവാഴാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയതന്ത്ര വിജയത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെയും ഖാലിസ്ഥാൻ വിഘടനവാദികളടക്കം ശക്തിയുക്തമാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആഗോള ഇസ്ലാമിൻ്റെ രക്ഷകരെന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറിയ പാകിസ്ഥാന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും പിന്തുണ ഒരു തലത്തിൽ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതും അവരുടെ മുന്നിലുള്ള വലിയ പ്രശ്നങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ ഭാരതത്തിൽ ലഭിക്കുന്നതിൽ ഈ പറഞ്ഞ തീവ്രവാദ ശക്തികളും പാകിസ്ഥാനുമൊക്കെ വളരെ നാളുകളായി വലിയ അസ്വസ്ഥരാണ്. തീർച്ചയായും ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ ഡീമോണിറ്റൈസേഷൻ്റെ കാലം മുതൽ പറയുന്നതാണ്. പുൽവാമ ഇതുപോലെ നിരവധി സൈനികരാണ് നമുക്ക് നഷ്ടമായത്. തുടർന്നിപ്പോൾ പാവപ്പെട്ട മനുഷ്യർ, നിഷ്കളങ്കർ, വിനോദസഞ്ചാരികളായെത്തുന്നു, അവരെ കൊല്ലുന്നു. ഭീകരതയെ തടയാനായില്ല. അതായിപ്പോൾ സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കേന്ദ്ര സർക്കാരും. ഞാൻ തിരിച്ചെത്താം ശ്രീ ബിജി വിഷ്ണു. ശ്രീ എ സമ്പത്ത്, ഈ മുഹൂർത്തത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഏത് തരത്തിലാണ് ഇനി ഭീകരതയെ തോൽപ്പിക്കാനുള്ള വിജയം സാധ്യമാകുന്നത്? ശ്രദ്ധിക്കുക, ഒരു വിധത്തിലുമുള്ള വിഭാഗീയതയോ ഒരു വിധത്തിലും മനുഷ്യരെ വേർതിരിക്കുന്നതായ ഒരു സന്ദേശത്തിനും ഇടയില്ല എന്ന് ഈ ഭീകരവാദത്തിന് ശേഷം ഇന്ത്യ തെളിയിച്ചതാണ്. കശ്മീരിലെ ജനത തന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി അവിടെ വ്യാപകമായി ജമ്മുവിലും കാശ്മീരിലും ഭീകരതയ്ക്കെതിരെ അവർ ഭീകരതയുടെ രൂപത്തിന് കോലം കത്തിച്ചുകൊണ്ട്, പാകിസ്ഥാൻ്റെ കോലം കത്തിച്ചുകൊണ്ടാണ് അവർ ഹർത്താൽ അടക്കം നടത്തിയത്. ഇതടക്കം അജിംഷാദ്, ഈ പഹൽഗാമിലെ ബൈസറണിൽ 27 പേരുടെ അവിടെ വിനോദയാത്രക്കെത്തിയ നമ്മുടെ സഹോദരീ സഹോദരന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒപ്പം തങ്ങളുടെ അതിഥികളായി അവിടേക്ക് എത്തിയതായ വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ ആക്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച കുതിരസവാരിക്കാരായ ആളുകളെ കൊണ്ടുപോയി അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രതിഫലം കൊണ്ട് തൻ്റെ കുടുംബം അത്തരത്തിൽ പുലർത്തുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന അഭിമാനിയായ ഒരു മനുഷ്യൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കാശ്മീരിയാണ്. അങ്ങനെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ അകാലത്തിൽ മൃത്യുവിന് കീഴടങ്ങേണ്ടി വന്ന ആ സഹോദരീ സഹോദരന്മാരുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ഞാൻ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വാക്കുകളിലും പ്രത്യേകിച്ച് ഈ ഒരു ചർച്ചയിൽ ഈ ഒരു സമയത്തെല്ലാം രാഷ്ട്രീയമായ പരിപ്രേക്ഷ്യങ്ങൾ കടന്നു വരാതിരിക്കാനായി ഞാൻ വളരെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ തുടക്കം ബ്രിഗേഡിയർ പറഞ്ഞെടുത്തു നിന്ന് തന്നെ വരാം. ഞാൻ ഒരു 3-4 തവണയെങ്കിലും കുറഞ്ഞത് 1997 മുതൽ ഇങ്ങോട്ടുള്ളൊരു കാലം നോക്കിയാൽ ഒരു 4 അല്ലെങ്കിൽ 5 തവണയെങ്കിലും ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ അതിർത്തി ഉൾപ്പെടെ പോകാനായി ഭാഗ്യം ലഭിച്ചൊരുത്തനാണ്, പാർലമെൻ്ററി ഡെലിഗേഷൻ്റെ ഭാഗമായും അല്ലാതെ. ഇന്ത്യയിൽ ആദ്യമായി സിയാച്ചിൻ സന്ദർശിച്ച പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയായിരുന്നു ഞാൻ 1997. ഇപ്പോൾ ബ്രിഗേഡിയർ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്, നമ്മൾ സാധാരണ സംസ്ഥാനങ്ങളിലുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ 4 മടങ്ങെങ്കിലുമാണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സംവിധാനം എന്നത്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മറ്റു പല സംസ്ഥാനങ്ങൾ, ഈ നമ്മൾ അപ്പുറത്ത് ചൈന, അതുപോലെ തന്നെ നേപ്പാൾ, ഇപ്പുറത്ത് മ്യാൻമാർ, പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ്റെ നമ്മൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെയെല്ലാം ആ സംസ്ഥാനങ്ങൾ, അങ്ങനെ ഇന്ത്യയുടെ മറ്റയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ജമ്മു കാശ്മീരിൻ്റേതായ ഒരു പ്രത്യേക രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ളതാണ്. അതിർത്തിയിൽ പട്ടാളം തന്നെയാണ്. ബ്രിഗേഡിയർ നേരത്തെ സൂചിപ്പിച്ചു അത്. അദ്ദേഹം അവിടെ നോർത്തേൺ കമാൻഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടെ സേവനമനുഷ്ഠിച്ചതാണ്. ഇന്ത്യൻ ആർമി, പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRP,
കേന്ദ്ര റിസർവ് പോലീസ്, അതുപോലെ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സുകൾ, പിന്നെ സംസ്ഥാന പോലീസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 4 മടക്ക് എങ്കിലും നമ്മൾ 4 ലെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനും അപ്പുറം ഉണ്ടാവാം. അതിനപ്പുറം എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരാത്തതായിട്ടുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. ഇവിടെ ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് ഇനി അതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് വലിയ കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് വളരെ അടുത്തല്ല ഈ സ്ഥലം. അപ്പോൾ ഒരു 200ഓളം കിലോമീറ്റർ അങ്ങനെ നുഴഞ്ഞു കയറി വരികയും സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ പോകാത്ത, ടൂറിസ്റ്റുകളല്ലാതെ മറ്റാരും അങ്ങനെ പോകാത്തതായിട്ടുള്ള ഒരു, ഇപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഗമ്യമായ അല്ലെങ്കിൽ ഒരു ഇൻഅക്സസിബിൾ എന്നൊക്കെ പറയാവുന്ന, എത്തിച്ചേരാനൊക്കെ വളരെ പ്രയാസമാണ്. കുതിരപ്പുറത്ത് മാത്രമേ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. നല്ല പരിചയമുള്ള കുതിര സവാരിക്കാർക്ക് മാത്രമേ അവിടെ മറ്റുള്ളവരെയും കൊണ്ടുപോകാനായി കഴിയുള്ളൂ. നമ്മുടെ അതിർത്തിയിലും വലിയ ഈ ഹിമാലയ സാനുക്കളിലെല്ലാം ഡ്രൈവ് ചെയ്യുന്ന, 4 വീൽ ഡ്രൈവ് ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വല്ലാത്ത ധൈര്യശാലികളായിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. നമ്മളൊക്കെ അവരുടെ മുന്നിൽ തോറ്റുപോകും. അതുപോലെ ഉള്ള ഈ സ്ഥലത്തേക്ക് അത് സാഹസികമായി നമ്മുടെ വിനോദസഞ്ചാരികൾ അത് ഇഷ്ടപ്പെടുന്നവർ അത്തരത്തിൽ പോകുമ്പോൾ ഇങ്ങനെ മരണം പതിയിരിക്കുന്നു എന്ന് ആരും തന്നെ അവരുടെ ദുസ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ ഇതുവരെ വന്ന വിവരങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന് ലഭിച്ചതായ വിവരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഭീകരവാദികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അതിലൊന്ന് പഹൽഗാമാണ് എന്നുമുള്ള വിവരം നൽകിയിരുന്നു. അങ്ങനെ നൽകിയിരുന്ന വിവരം, അതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് സമയത്ത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഗൗരവത്തിലെടുത്ത് വേണ്ട ജാഗ്രത അവിടെ പുലർത്തിയില്ല, സുരക്ഷ ഒരുക്കിയില്ല? 2, അവിടേക്ക് എത്തുന്നതായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുള്ള കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടതിന് ശേഷം, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിന് ശേഷം, നേരത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം ജോയിൻറ്റ് കമാൻഡ്, ബ്രിഗേഡിയർക്ക് നന്നായിട്ടറിയാം അത്തരം കാര്യങ്ങൾ, ജോയിൻറ്റ് കമാൻഡ് എന്ന് പറയും അത്തരം കാര്യങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് തന്നെ ഗവർണർ ഉൾപ്പെടെ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒക്കെ അത്തരത്തിൽ ഈ കാര്യങ്ങളിൽ അവർ, ഇപ്പോൾ നമുക്കിത്തരം ചർച്ചകളിൽ എല്ലാ കാര്യങ്ങളും പറയാനായി കഴിയില്ല. അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരുപാട് രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം അപ്പുറത്തേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതും ഇത് തടയുന്നതിന്, പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഡോക്ടർ ഫാബിയൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നയതന്ത്രപരമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും അതിൽ വളരെ ഒരു സൂക്ഷിച്ചാണ്, വളരെ കരുതലോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു കാര്യം അവിടെ ഉണ്ടായതിന് എതിരായി ജമ്മു കാശ്മീരിലെ ജനത ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനതയിലും അതുപോലെ തന്നെ ഇന്ത്യൻ മനസാക്ഷിയിലും മതപരമായ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കോണുകളിൽ നിന്നും, ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പരിശ്രമവും ദയവായി ഉണ്ടാകരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ. നിർഭാഗ്യകരമായ കാര്യമാണ്. നമ്മൾ ഇത്തരം ചർച്ചകളിലൊക്കെ അങ്ങനെ രൂക്ഷമായി, ഇപ്പോൾ ഞാനും BG വിഷ്ണു എല്ലാം രാഷ്ട്രീയമായി എതിർചേരികളിലൊക്കെ നിൽക്കുന്നവരാണ്, ഞങ്ങൾ അഭിഭാഷകരുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കുക, പലരുടെയും മനസ്സിൻ്റെ കോണുകളിലെല്ലാം ഇങ്ങനെ വിഷസർപ്പങ്ങളെ മുട്ടയിട്ടതുപോലെയുള്ള അത്തരത്തിലുള്ള ചില വർഗീയതയുടെ ബഹിർസ്ഫുരണങ്ങൾ ഇവിടെ ഈ മരണത്തെയും അത്തരത്തിൽ, അത് തെറ്റാണ്. ഭീകരവാദം മനുഷ്യരാശിയുടെ ശത്രുവാണ്. ഏത് രാജ്യത്തായിരുന്നാലും അത് മനുഷ്യരാശിയുടെ ശത്രുവാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർവകക്ഷി യോഗം അവിടെ ചേരുന്നു. സ്വാഭാവികമായി സർവകക്ഷി യോഗത്തിൽ ഗവൺമെൻറ് മറ്റ് രാഷ്ട്രീയ നേതാക്കളോട് പറയുന്ന കാര്യങ്ങൾ അവിടെ റിവീൽ ചെയ്യുന്നത് എന്നൊക്കെ, നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ പലതും പുറത്തു പറയാനായി കഴിയില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മുഖവിലേക്ക് എടുക്കണം. ഒപ്പം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണെന്നുള്ളത് കൊണ്ടാണ് അജിംഷാദെ അത് മനസ്സിലാക്കേണ്ടത്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ലോകത്തോട് പറയാൻ കഴിയാത്തതും എന്നാൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കന്മാരായിരിക്കും പലപ്പോഴും പറയുക. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്താണ്. പാകിസ്ഥാൻ അങ്ങനെ അല്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. പാകിസ്ഥാനിൽ എന്താണ് ജനാധിപത്യം? അല്ല, അവിടെ സൈന്യം എന്ന് പറയുമ്പോൾ സൈന്യം, അത് കരസേനയ്ക്കാണ് ആധിപത്യം. ആ കരസേന എന്നുള്ളത് ഒരു സമാന്തര ഗവൺമെൻറ്റാണ്. ആ കരസേനയെ നിയന്ത്രിക്കുന്നത് തന്നെ ആ കരസേനയ്ക്ക് പുറത്തുള്ള വേറെ പലരുമാണ്.
അതൊരു ആകെ ഒരു തകർന്നുപോയ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിലേക്കാണ് അതിൻ്റെ പാകിസ്ഥാൻ്റെ ഒരു ചിത്രം എന്നുള്ളത്, ദയനീയമായ ചിത്രം. അയൽവക്കത്ത് അത്തരത്തിൽ ഒരു രാഷ്ട്രം അങ്ങനെ ജനാധിപത്യ സംവിധാനം ഇല്ലാതെ ഇത്തരത്തിൽ നിലനിൽക്കുന്നത് നമുക്കും അത് ഭീഷണി തന്നെ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ അടിസ്ഥാനമായ വാക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെയും ജനാധിപത്യമില്ല, അരാജകത്വമാണ്. അതാണ് ഒരുപക്ഷെ ഭീകരർക്ക് ആ നാടിനെ വിളനിലമാക്കാനാകുന്നത്. അതാണ് നമുക്ക് ഭീഷണിയായി എത്തുന്നത്. ബ്രിഗേഡിയർ, ഞാൻ തിരിച്ചെത്തുമ്പോൾ നോക്കൂ, ഈ ഇപ്പോൾ സമ്പത്ത് മുൻ എം പി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്തരം സുരക്ഷാ വീഴ്ച, അത് വീഴ്ച എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയുണ്ട്, ഇത്തരത്തിലുള്ള പല മുന്നറിയിപ്പുകളും ഒക്കെ ക്രോഡീകരിക്കുന്നതിൽ വീഴ്ചയുണ്ട്. 370 കളഞ്ഞതോടുകൂടി കൂടുതൽ കേന്ദ്ര സർക്കാരിനും സംവിധാനങ്ങൾക്കും ആക്സസബിളായൊരു ഭരണപ്രവിശ്യയായി കശ്മീർ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും ഈ ഇൻ്റലിജൻസ് വീഴ്ചകളൊക്കെ, അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. ഈ ഇത്ര കിലോമീറ്ററുകൾ ഇവർക്ക് നുഴഞ്ഞു കയറി ഇവിടെ എത്താനും മണിക്കൂറുകൾ നീണ്ട ഭീകരാക്രമണം അവിടെ നടത്താനും ഒക്കെ ആയതെങ്ങനെയെന്നുള്ളത് വലിയ വീഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമായത് സാധാരണക്കാരുടെ ജീവനുമാണ്. അപ്പോൾ ഏതർത്ഥത്തിലാണ് പഴുതുകൾ അടച്ച് നീങ്ങേണ്ടത്? അതൊക്കെ ഇനിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശക്തമാകും. അതിർത്തിയിൽ കടന്നുള്ള തീവ്രവാദത്തിൻ്റെ വേര് പുഴുതുക തന്നെ വേണം, സാധ്യമായ എല്ലാ വശങ്ങളും ഉപയോഗിച്ചു. അപ്പോഴും ശ്രീ വേണുനായർ, അജിബ് ഷാ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അപ്പോഷൻ ചെയ്യേണ്ട സമയം ഇതല്ല, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷേ എന്നാലും ഇതിലേക്ക് നയിച്ച ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം. ഇപ്പോൾ ശ്രീ സമ്പത്ത് പറഞ്ഞ പോലെ അവിടെ ആർമിയുണ്ട്, പിന്നെ CAPF എന്ന് പറയുന്ന സെൻട്രൽ ആർമി പോലീസ് ഫോഴ്സസ് ഉണ്ട്, ലൈക്ക് CRPF, BSF, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അതുപോലെ സ്റ്റേറ്റ് പോലീസുണ്ട്. സ്റ്റേറ്റ് പോലീസ് ഇവിടുത്തെ ഒരു ഈ കമ്പൈൻഡ് ഓപ്പറേഷൻസാണ് ഇപ്പോൾ മിക്കവാറും നടക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ ഇൻ്റലിജൻസ് നമ്മൾ അറിയുന്നത് പോലെ ഒരു പോലീസ് സ്റ്റേഷൻ ലെവലിൽ നിന്ന് തുടങ്ങി IB ആണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും താഴത്തെ കണ്ണിയാണ് നമ്മുടെ ലോക്കൽ പോലീസുകാർ. അപ്പോൾ പോലീസുകാർക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഈ പബ്ലിക്കിൽ നിന്ന്, നമ്മുടെ ഗ്രാമീണരിൽ നിന്ന് വീണ് കിട്ടുന്ന വിവരങ്ങളാണ്. അതെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് എങ്ങനെയാണ് മിലിറ്റൻസ് എവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പിന്നെ അത് കൺഫേം ചെയ്യുന്നു. എന്നിട്ട് ഈ ശ്രീ സമ്പത്ത് പറഞ്ഞ പോലെ ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു റിങ് വേറെ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് പിന്നെ കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഇൻപുട്ട് ഞാൻ യൂണിഫൈഡ് കമാൻഡ് എന്ന് പറഞ്ഞല്ലോ. യൂണിഫൈഡ് കമാൻഡിൻ്റെ ചുമതല ഈ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ്, ജോയിൻ്റ് ഓപ്പറേഷൻസ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഈ കമ്പൈൻഡ് ഓപ്പറേഷൻസ് വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് JNK എന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു 3 വർഷം ഹെഡ്ക്വാർട്ടർ നോർത്തേൺ കമാൻഡിലെ സ്റ്റാഫിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊമോഷനിൽ കേണലായിട്ട് നമ്മൾ 2 വർഷം ഈ ഏറ്റവും താഴത്തെ ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ആ ടൈമിലും എൻ്റെ ഓപ്പറേഷണൽ ഏരിയ ഒരു ബ്രിഗേഡിൻ്റെ കൂടെ കംപ്ലീറ്റ് കോർ സോണിലായിരുന്നു. നമ്മുടെ റിസർവ് ബ്രിഗേഡിൻ്റെ ആർട്ടിലറി അഡ്വൈസറായിരുന്നു ഞാൻ. അപ്പോൾ അത് ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ കൂടാതെ യൂണിറ്റിനെ അന്ന് അവിടെ ആർമി കുറവായത് കാരണം ഞങ്ങൾക്ക് ആർട്ടിലറി ആയിരുന്നത് കൊണ്ട് തന്നെ കോർഡിനൻസ് ഓപ്പറേഷൻസിലും റോഡ് ക്ലിയറൻസ് അതുപോലുള്ള കോൺവോയ് പ്രൊട്ടക്ഷൻ എല്ലാം ഇത് കൊടുക്കേണ്ടി വന്നു. എൻ്റെ യൂണിറ്റിനെ കൂടാതെ തന്നെ വേറെ 2 യൂണിറ്റിൻ്റെ കോളങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ദാലിലേക്ക് നിന്ന് ഗാന്ദർബലിലേക്ക്, ദലാഖിലേക്ക് പോകുന്ന ഒരു 10-15 കിലോമീറ്ററായിരുന്നു എൻ്റെ റീഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പൽഗാമിൽ പോയിട്ടുണ്ട്. പൽഗാമിൽ പക്ഷേ ആ സമയത്ത് ഇൻസർജൻസിയുടെ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെ ഈ മിലിറ്റൻസ് എത്തിപ്പെടും എന്നുള്ളതിനെപ്പറ്റി ഗ്രൗണ്ട് സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി അധികം വിവരമുണ്ടാകുകയില്ല. പാകിസ്ഥാനിലെ മിലിറ്റൻസിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പാകിസ്ഥാൻ്റെ എല്ലാ നഗരങ്ങളിലും നടക്കും. ഈ എലീറ്റ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. അതിന് പല സ്ഥലത്തുനിന്നും അതിനുള്ള സാമ്പത്തിക ഡൊണേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നത്തെ അവർ സാക്ഷ്യം നോട്ട് ചെയ്യുന്നുള്ള കാര്യം വേറെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് ഒരു 6 വീക്സ് ട്രെയിനിങ് ആണ്. 3 വീക്സ് ബേസിക്കും ഒരു 6 വീക്സ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങുമാണ് ഇവർക്ക് കൊടുക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് LCയുടെ അടുത്തുള്ള ആർമി ക്യാമ്പുകളിൻ്റെ അടുത്താണ് ഇവരുടെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് തരം കിട്ടുമ്പോഴെല്ലാം അവരെ LC കടത്തിവിടും. അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ അവർ സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. അവർക്ക് ആംസ് കൊടുത്തിട്ടുണ്ട്, അമിനിഷൻ കൊടുത്തിട്ടുണ്ട്, സർവൈവൽ കിറ്റൊക്കെ ഒരു ഹൈവർസാക്ക് ഉണ്ടാവും. ആർമിയുടെ എവിടെയാണ് ഒരു ഗ്യാപ്പ് ഉള്ളത് എന്ന് വെച്ചാൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ആർമിയോട് എതിർക്കാതെ വളരെ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് അവർക്കുള്ള സബടി. ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, അവർക്കുള്ള നിർദ്ദേശം. തീർച്ചയായും അത് കഴിഞ്ഞിട്ട് അവരെ സ്വീകരിക്കാൻ ഗൈഡ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെ കൊണ്ടുപോകുന്നു. കംപ്ലീറ്റ് ചെയ്യൂ ശ്രീ ബ്രിഗേഡിയർ. ഓക്കെ. പിന്നെ അവർ ഈ എവിടെയാണെന്നുള്ളത് അതെവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അവരെ അപ്പോൾ എപ്പോഴും ഒരു സിറ്റുവേഷൻ്റെ ഒരു 100-ഓടടുത്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്ട്രീമിസ്റ്റ് എപ്പോഴും അവൈലബിൾ ആണ്. ഇത് കുറച്ച് നാളും അത് കൂടുതലായിട്ട് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും, എന്നാലും ഇപ്പോഴും അണ്ടർ കൺട്രോളാണ്. വാലിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രശ്നമുള്ളപ്പോൾ അവർ ശംഷാബാരി കടന്ന് ജമ്മു ഏരിയയിലേക്ക് പോകും. ഇപ്പോൾ ലഡാക്കിൽ അവിടെ ആർമിയുടെ ആവശ്യം വന്നപ്പോൾ റിയാസി ഏരിയയിൽ നിന്നാണ് യൂണിഫോം, അതൊരു ആർ ഒരു ഡിവിഷണൽ തുല്യമായ ഒരു ഫോഴ്സിനെ അവിടുന്ന് എടുത്ത് അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് പോകുന്നു. അതുകൊണ്ടാണ് റിയാസ് ഏരിയയിലൊക്കെ ഈ എക്സ്ട്രീമിസ്റ്റ് ഓപ്പറേഷൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും കുറേ ആളുകൾ അവൈലബിൾ ആണ്. പിന്നെ ഓരോ ഇഞ്ചും കാക്കാൻ നമുക്ക് ഉള്ള കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് കവർ ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടത്. പക്ഷേ അത് എത്ര കണ്ട് സമഗ്രമായി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനല്ല ഫോക്കസ് ചെയ്യുന്നത്, ഭീകരവാദത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് തോൽപ്പിക്കുന്നതിന് തന്നെയാണ്. പക്ഷേ ഈ വിനോദസഞ്ചാരത്തിനും ആനന്ദത്തിനുമായി പോയ പാവം നിഷ്കളങ്കരായ സാധാരണ പൗരന്മാർ തിരിച്ച് അവരുടെ കൂടെ പോയവരില്ലാതെ തിരിച്ച് ആ വാഹനത്തിൽ കയറിയിരിക്കുന്ന കാഴ്ച, പിന്നെ അവരുടെ ജീവൻ നഷ്ടമായി, കൂടെ വന്നവരുടെ ജീവൻ നഷ്ടമായി തിരിച്ച് നാട്ടിലേക്കൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥയൊന്ന് പരകായ പ്രവേശനം ചെയ്യുമ്പോഴുള്ളൊരു വേദനയിൽ പറഞ്ഞു പോയതാണ്. എന്തായിരുന്നാലും നമുക്ക് തിരിച്ചെത്താം. ശ്രീ KP ഫാബിയൻ, ഇവിടെ പാകിസ്ഥാൻ നമുക്കറിയാം നേരത്തെ ഉള്ളതിനേക്കാൾ അരാജകത്വത്തിലാണ്. സാമ്പത്തികമായി വീഴ്ചയുണ്ട്, പല വിധത്തിലുമുള്ള രാഷ്ട്രീയ അരാജകത്വമുണ്ട്. ഈ അനാർക്കി അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഡിപ്ലോമാറ്റിക് ഇടപാടുകൾ കൊണ്ട് സാധ്യമാകുമോ കാര്യങ്ങൾ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇപ്പോൾ കരാറുകൾ ലംഘിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ നടത്തിയതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളുണ്ട്. അത്തരം സ്ട്രൈക്കുകൾ കൊണ്ട് കാര്യങ്ങൾ പരിഹാരമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. മാത്രമല്ല, ഇവിടെ ഈ പാകിസ്ഥാനിൽ ഇത്തരം നടപടികൾ നാം ചെയ്യുമ്പോൾ പ്രകോപനപരമായി അവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഘട്ടത്തിലും അവർ പെരുമാറുന്നത്. അപ്പോൾ ഒരു സംഘർഷം തുടങ്ങിയാൽ അത് നിയന്ത്രിക്കാനാകാത്ത വിധം പോകുമോ എന്നൊരു സംശയം കൂടി പല നിരീക്ഷകരും കാണുന്നുണ്ട്. KP ഫാബിയൻ. തീർച്ചയായിട്ടും ആ സംശയം അല്ലെങ്കിൽ അതിൻ്റെ ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതേസമയത്ത് തന്നെ നമ്മൾ പാകിസ്ഥാനോട് എന്താ പറയുക, അയൽവാസി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ അയൽവാസി പാകിസ്ഥാനാണ്, അത് മാറ്റാൻ സാധിക്കില്ല. പിന്നെ താങ്കൾ പറഞ്ഞു പാകിസ്ഥാനിൽ അരാജകത്വമുണ്ട്, അതുകൊണ്ട് അവിടെയുള്ള സർക്കാരിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് പെരുമാറാൻ സാധിക്കും. അത് തന്നെയല്ല എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് വൻശക്തികളോട്, അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഇക്കാര്യത്തിൽ നമ്മൾ സഹകരണം ചോദിക്കണം. അത് മീഡിയയോട് പറഞ്ഞിട്ടല്ല, അത് ഡിപ്ലോമാറ്റിക് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യണം. ഇനി പൂർണ്ണമായും ഡിപ്ലോമാറ്റിക് മേഖലയിലാണ് ഇതിൻ്റെ സാധ്യത ഇരിക്കുന്നത്. അതെ, എന്നിട്ട് പാകിസ്ഥാന് മേലെ പ്രഷർ ചെലുത്തുക. താങ്കൾ പറഞ്ഞു പുൽവാമ അത് കഴിഞ്ഞിട്ട് ബാലക്കോട്ടുണ്ടായി, പക്ഷേ ബാലക്കോട്ട് ചെയ്തുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നോ? ഇല്ല. അപ്പോൾ ബാലക്കോട്ട് ഒരുപക്ഷെ നമ്മൾ ചെയ്തേക്കാം, ചെയ്യേണ്ടി വന്നേക്കാം, പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ടും ശ്രമിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് വാഷിങ്ടണും മോസ്കോയും ബെയ്ജിങ്ങും അതിൽ ഇടപെടണം.
ഇല്ലെങ്കിൽ അവരോട് നമ്മൾ പറയണം ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുവാണ്, അതും അവർ മനസ്സിലാക്കണം. പിന്നെ വേറൊന്നുള്ളത്, നമ്മളിപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സസ്പെൻഡ് ചെയ്തല്ലോ. പക്ഷേ അതിൻ്റെ അർത്ഥം നാളെ പാകിസ്ഥാന് വേണ്ട വെള്ളം കിട്ടുന്നില്ലെന്നല്ല. പക്ഷേ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പാകിസ്ഥാൻ അതൊരു യുദ്ധത്തിൻ്റെ കാരണമായി എടുക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. പിന്നെ നമ്മുടെ നേതാക്കൾ ഈ ക്രൂരകൃത്യം ചെയ്തവരെ കണ്ടുപിടിച്ച് അവരുടെ പിന്നുള്ളവരെയും നമ്മൾ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അങ്ങനെ പറയേണ്ടതുമാണ്. കാരണം നമ്മുടെ ജനങ്ങൾക്കും ബന്ധുക്കൾ, ഫാമിലി മെമ്പേഴ്സ്, നഷ്ടപ്പെട്ട ഫാമിലികൾക്കും ഒരു 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 അഷ്വറൻസ് കിട്ടണം. പക്ഷെ ഇതെല്ലാം കൂടി ഏകോപിച്ച് ഡിപ്ലോമാറ്റിക്, പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, മിലിറ്ററി, ഇക്കണോമിക് എല്ലാം കൂടി ഏകോപിച്ച് ഒരു പെരുമാറ്റം, ഒരു 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 പോളിസി നമുക്കുണ്ടാവണം. അതുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. നമുക്ക് സ്വാഭാവികമായും ഈ നമ്മുടെ പൗരന്മാർ പൊലിയുന്നതിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വൈകാരികതയുടെ വലിയ അംശമാകരുത്, വളരെ അവധാനതയോടുകൂടി വേണം ഇനി നീങ്ങാനെന്ന്, അല്ലേ? വൈകാരികത നമ്മുടെ പബ്ലിക് പ്രൊനൗൺസ്മെന്റ്സിൽ കാണിക്കാം, പക്ഷെ നമ്മളുടെ പോളിസി മേക്കിങ്ങിൽ വൈകാരികത പാടില്ല. തീർച്ചയായും. ബിജു വിഷ്ണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്താണ്, ഭരണകൂടത്തിൻ്റെ ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇരിക്കുന്നത്. രണ്ടെണ്ണമാണ്. ഒന്ന് നയതന്ത്രപരമായും, മറ്റൊന്ന് ഈ മിലിറ്ററി സംബന്ധമായ ഇടപാടുകളും അല്ലെങ്കിൽ ഇടപെടലുകളും. ശരിയാണ്, സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടി വന്നാൽ അനിവാര്യമാണ് എങ്കിൽ ചെയ്യാം. പക്ഷേ അത് പ്രശ്നത്തെ വഷളാക്കുന്നതാകരുത്, കൃത്യമായി ഭീകരതയെ നശിപ്പിക്കുന്ന തരത്തിലേക്കാകണം. അതാണ് നമ്മുടെ ഉദ്ദേശമാകേണ്ടത്. ചൈന അടക്കമുള്ള, ഈ കെ പി ഫാബിയം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം ചൈന ഈ ഏരിയയിലെ മാത്രമല്ല ലോകത്ത് തന്നെ വൻ ശക്തികളിലൊന്നാണ്. അപ്പോൾ ആ ചൈന അടക്കമുള്ളവരുമായുള്ള നയതന്ത്ര ബന്ധം, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെ ശ്രദ്ധിച്ചാണ് നീങ്ങേണ്ടത്. അതൊക്കെയാണ് ഇന്ത്യൻ സർക്കാരിനോട് ഈ നാട് ഉപദേശമായി രൂപപ്പെടുത്തുന്നത്. ബി ജി വിഷ്ണു. അല്ല, സംശയമൊന്നുമില്ല, വളരെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുൻ കാലഘട്ടങ്ങളിലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ലോകശക്തികളെല്ലാം ഈ ഭീകരവാദം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ ഈ ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്തുള്ള 3 അയൽ രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ്. ഇതെന്നും നമുക്ക് ഭീഷണി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ജനാധിപത്യം പുലരുന്നില്ല. ചൈനയായാലും അവിടെ ഭരണസ്ഥിരതയുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു ജനാധിപത്യ രാജ്യവുമൊന്നുമല്ല. ആ രാജ്യത്തെ ഭീകരവാദത്തെ അവരെല്ലായ്പ്പോഴും ഉരുക്കുമുഷ്ടിയുടെ ഉയ്ഗുർ മേഖലയിലടക്കം നേരിടുമ്പോൾ പോലും പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും പരോക്ഷമായി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിവുണ്ട്. കാരണം പാകിസ്ഥാന് വേണ്ടി എല്ലാ സഹായവും അവർ പരോക്ഷമായി ചെയ്യും. ഇത്തരം രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സങ്കുചിത ഭാവത്തിലേക്ക് നിങ്ങൾക്ക് പോകാനങ്ങ് വല്ലാത്ത ടെൻഡൻസി ഉണ്ട്. അങ്ങനെ പോകരുത്. ഇത് രാജ്യത്തിന്റെ പൊതു താല്പര്യമാണെന്നാണ് പറഞ്ഞത്. യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ തെറ്റായിട്ടോ മോശമായിട്ടോ എന്തെങ്കിലും പറഞ്ഞോ? യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത്? പാകിസ്ഥാനും ചൈനയും ഒരു കാലഘട്ടത്തിൽ 1971 യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്ക എല്ലാവിധ സഹായങ്ങളും നൽകി. അവരുടെ കപ്പൽപ്പടയെ പോലും ഇന്ത്യക്കെതിരെ അയച്ചു. അന്ന് ഇന്ത്യയോടൊപ്പം റഷ്യയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് USSR ഉണ്ടായിരുന്നു. പിന്നീട് നയതന്ത്ര തലത്തിൽ നടന്ന വലിയ മാറ്റങ്ങൾ മൂലം ഇന്ന് പാകിസ്ഥാനെതിരെയാണ് അമേരിക്ക നിലപാടെടുക്കുന്നത്. ഇന്ത്യയോടൊപ്പം എല്ലാ കാര്യത്തിലും അമേരിക്കയുണ്ട്. കുറ്റവാളി ഭീകരവാദത്തിലെ ഹുസൈൻ റാണെ അടക്കം ഭാരതത്തിന് അങ്ങനൊന്നും പൂർണ്ണമായി അവരുടെ ക്യാപിറ്റലിസ്റ്റ് തന്ത്രങ്ങൾ മനസ്സിലാക്കാതെ വിശ്വസിക്കരുത്. അതാണ് അമേരിക്കയുടെ പ്രശ്നം, അല്ല ഇന്ത്യയുടെ പ്രശ്നം. അല്ല, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങൾ അവരുടെ നയതന്ത്രത്തിലുണ്ട്. അജിംസ്, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ സാമ്പത്തികമായ താല്പര്യങ്ങൾ എല്ലാവരും വച്ചുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇന്ന് ഒരു കാലഘട്ടം മുഴുവൻ പാകിസ്ഥാനൊപ്പം നിരുന്ന പാശ്ചാത്യ ശക്തികളെല്ലാം തന്നെ ഇന്ന് അഭിമാനത്തോടെ ഭാരതത്തിനൊപ്പം പരസ്യമായി നിൽക്കാൻ തയ്യാറെടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് നരേന്ദ്രമോദിയും ട്രംപും അധികാരത്തിൽ വന്ന ശേഷം ആ ബന്ധങ്ങൾ വളരെ ശക്തമായി വളർന്നു. അതിനുശേഷമാണല്ലോ പാകിസ്ഥാന് നൽകിയ ബന്ധങ്ങളില്ലായത്. ഈ ബംഗ്ലാദേശിന് നൽകിയ സാമ്പത്തിക മേഖലയ്ക്ക് നൽകിയ വലിയ സഹായങ്ങളുണ്ടായല്ലോ.
അതെല്ലാം ട്രംപിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ നരേന്ദ്രമോദിയോട് സംസാരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ബംഗ്ലാദേശിനടക്കം നൽകി വരുന്ന എല്ലാവിധ സഹായങ്ങൾ അമേരിക്കയടക്കം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കാരണം ജനാധിപത്യം അസ്ഥിരപ്പെടുത്തുന്നതും ഭീകരവാദ ശക്തികൾക്കടക്കം വലിയ പിന്തുണ ഈ മണ്ണിൽ നിന്ന് 2014 ശേഷം രൂപം കൊണ്ടതല്ല വിഷ്ണു. അത് ലോകക്രമത്തിൽ ഉണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 11 അടക്കം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. അതെ, ലോകത്ത് ഓരോ സംഭവങ്ങളും സഖ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിന് ഓരോ കാരണങ്ങളുണ്ടാകും. പാകിസ്ഥാനുമായി പല വിധത്തിലുമുള്ള അവരുടെ താല്പര്യങ്ങൾ അത് പൂർണ്ണമായും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ചുരുക്കിൽ ഈ കാര്യങ്ങളെ വിലയിരുത്തരുത്, വിശദീകരിക്കരുത്, അങ്ങനെ പോകരുത് എന്നതാണ് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത്. ഏകപക്ഷീയമായി ഒരു വശത്തേക്ക് നിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നയപരമായ പാശ്ചാത്യ ശക്തികൾ ഒരു കാലത്ത് പാകിസ്ഥാനോടൊപ്പം നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് ഒരു കാലത്ത് അവരുമായി പൂർണ്ണ ബന്ധമുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തികളടക്കം ഇന്നും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഏതാണ്ട് പരോക്ഷമായി തന്നെ വിച്ഛേദിക്കുന്ന സാഹചര്യത്തിലേക്ക് നയതന്ത്ര ബന്ധങ്ങൾ എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞത്, അവരുമായിട്ടുള്ള പല ഇടപാടുകളും ഉപേക്ഷിച്ചു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കമുള്ളവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്നത്. ഇസ്രയേലിനൊരു പ്രശ്നമുണ്ടായപ്പോൾ ഭാരതം ഇടപെട്ടു, അതുപോലെ തന്നെ അമേരിക്ക ഇടപെട്ടു. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്നെ അതിശക്തമായ പിന്തുണയായി ഈ വലിയ ശക്തികളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷമായി വികസിപ്പിച്ചെടുത്ത വലിയ നയതന്ത്രപരമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളെയൊന്നും അംഗീകരിക്കാതിരിക്കാൻ ആർക്കും കഴിയുകയൊന്നുമില്ല. പിന്നെ ചില ഭീഷണികൾ നമുക്ക് എപ്പോഴും ചില ശക്തികളിൽ നിന്നുണ്ട്, അതിനെയെല്ലാം ശക്തമായി തന്നെ നേരിടും. പിന്നെ നദീജല തർക്കത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. രാജ്യത്ത് സാധാരണക്കാരായ 27 പേരെ നിഷ്കരണം വെടിവെച്ച് കൊന്ന പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തോട് നദീജല കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ നരേന്ദ്രമോദി സർക്കാർ പോകും. ആ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് അവർ സ്വയം വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കാൻ നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ പുൽവാമയിൽ ആക്രമിച്ചപ്പോൾ പോലും നമ്മൾ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളാണ് തച്ചു തീർക്കപ്പെട്ടുള്ളത്. അല്ലാതെ ആ രാജ്യത്തെ സാധാരണ സിവിലിയൻസിന് ഒരു തരത്തിൽ നമ്മൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്നെങ്കിൽ അവർ സ്വയം വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും ഈ അമേരിക്കയെ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ശ്രീ സമ്പത്ത്, ഈ താലിബാനുമായിട്ടാണ് ഇപ്പോഴത്തെ താലിബാനുമായിട്ടാണ് അമേരിക്കയുടെ പിന്തുണ. ഇപ്പോഴത്തെ താലിബാനാണ് അമേരിക്കയുടെ പിന്തുണ. അപ്പോൾ അമേരിക്ക അങ്ങനെ നടത്തുന്ന അവരുടെ ക്യാപിറ്റലിസ്റ്റ് കുതന്ത്രങ്ങളൊന്നും വിഷ്ണുവിന് ശരിയായി പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ പിടികിട്ടിയാലും അദ്ദേഹം അത് ശരിവെക്കില്ല. പക്ഷേ അതൊക്കെ പോട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഓരോയിടത്തും ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന ഓരോ നയങ്ങളും നിലപാടുകളും എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ നമ്മുടേതായ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഏത് രീതിയിൽ നമുക്ക് സഹായകരമാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ എല്ലാ രാജ്യങ്ങളോട് എടുക്കുന്ന ഒരേ നയമല്ലല്ലോ, ഒരേ നിലപാടല്ലോ. അതെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ചും കാലാധിഷ്ഠിതമായും ഒക്കെ വ്യത്യാസം വരും. അതാണ് ശ്രീ സമ്പത്ത്. നോക്കൂ, ഇവർക്കിപ്പോഴും ആ ചൈനയുടെ കാര്യം പറയുമ്പോഴുള്ള ഗർവ് താഴ്ത്തി വെക്കാനാകുന്നില്ല. ഈ ഒരു മനോഗതിയുമായി ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല. ഇവിടെ ഭീകരവാദത്തെ ഈ അക്ഷന്തവ്യമായ അപരാധമാണ് അവർ ഈ സാധാരണ ജനങ്ങളോട് ചെയ്തത്. അതുകൊണ്ട് അവരോട് വിട്ടുവീഴ്ചയില്ലാത്ത വിധം വേണ്ടി വന്നാൽ കായികമായി തന്നെ കാര്യങ്ങളെ ഒതുക്കി ഇല്ലാതാക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും വിഭാഗീയത ഉണ്ടാവരുത്. ഒരു നാട്ടിലെയും നിഷ്കളങ്കരും നിലാരംബരവുമായ മനുഷ്യരെ ആക്രമിക്കരുത്. ഈ ഒരു ജാഗ്രതയോടുകൂടി വേണം. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഭീകരവാദം വേരോടുകൂടി ഇല്ലാതാകണം. അതിനായിരിക്കണം പ്രാമുഖ്യം. ഇങ്ങനെ നീങ്ങുന്ന ഒരു ലക്ഷണം ഈ മോദി സർക്കാരിൽ നിന്ന് കാണുന്നുണ്ടോ? അജിംഷാദെ, ഞാനൊരു 3-4 മിനിറ്റ് എടുത്തോട്ടെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിന്. അല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ അനുജന് തുല്യമായി ഞാൻ ബി.ജി. വിഷ്ണുവിനെ മൈ ലേണഡ് ഫ്രണ്ട് എന്നുള്ളത് മാത്രമേ മൈ ലേണഡ് ബ്രദർ എന്ന് കൂടി വിളിച്ചോട്ടെ ഈ കാര്യത്തിൽ. ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യക്കെതിരായി US എടുത്തൊരു നിലപാടുണ്ട്. 6ാം കപ്പൽപ്പട അല്ലേ? 7ാം കപ്പൽ. ഞാനന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ SFI പ്രവർത്തകനായിരിക്കുന്ന കാലത്താണ്. അന്ന് യുണൈറ്റഡ് നേഷൻസിൽ US-ൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയും അന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എല്ലാം ഇങ്ങനെ അമേരിക്കയുടെ 7ാം നാവികപ്പട അത് വരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ സാധാരണ പ്രേക്ഷകർക്കൊക്കെ ഈ 7ാം നാവികപ്പട എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിങ്ങനെ ഈ ഡസൻ കണക്കിന് വിമാനങ്ങളെ വഹിക്കുന്ന വിമാനവാഹിനി കപ്പലും അതിൻ്റെ മുമ്പിലും മുന്നിലുമൊക്കെ ആയിട്ട് ഈ ഫ്രിഗേറ്റ്സും ഡിസ്ട്രോയേഴ്സും സബ്മറൈൻസും ഗൺഷിപ്സും ഒക്കെയായി ഇങ്ങനെ ദ്വീപസമൂഹങ്ങളുടെ ഒരു വരവാണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പദം ഉപയോഗിച്ചത് ഞാൻ ഈ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെന്തായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ മുന്നറിയിപ്പ് മാത്രമല്ല, ഈ
പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെയാണ് അമേരിക്കയുടെ നാവികപ്പടയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. വരുന്ന വഴിയിൽ ഈ അരിവാളും ചുറ്റുകയും നക്ഷത്രവും ആലേഖനം ചെയ്തുകൊണ്ട് USSRൻ്റെ സബ്മറൈനുകൾ കടലിനടിയിൽ നിന്ന് പൊന്തി വരികയും പല വഴിയിൽ കൂടി അവരുടേതായിട്ടുള്ള കപ്പലുകൾ അവരിങ്ങനെ അവരുടെ ഈ നാവികരെയും വഹിച്ചുകൊണ്ട് വന്നതും സോവിയറ്റ് യൂണിയൻ വാസ്തവത്തിൽ ഇന്ത്യയുടെ രക്ഷകനായി ആ വിധത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ മധ്യപൂർവ്വ ദേശങ്ങളിലും പലയിടത്തും അമേരിക്ക ചെന്ന് ഇടപെട്ടിട്ട് ആ രാഷ്ട്രങ്ങളെ നശിപ്പിച്ച് ജനങ്ങളെ വഴിയാധാരമാക്കിയതുപോലെ അത്തരത്തിൽ ഇന്ത്യയുടെ ഗതികേട് എന്താവുമായിരുന്നു എന്നുള്ളത് നാം അത് മറന്നു പോകരുത്. ഇപ്പോൾ US എടുക്കുന്നതായിട്ടുള്ള നിലപാടുകളെല്ലാം നമ്മളങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ USൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ആയുധ വ്യവസായത്തിലാണ്. ലോകത്ത് കലാപങ്ങളും സംഘർഷങ്ങളും യുദ്ധവും ഇല്ല എങ്കിൽ അങ്ങനെ സമാധാനം പുലർന്നാൽ US എക്കോണമി എന്നുള്ളത് ഇറ്റ് വിൽ ക്രംബിൾ ഡൗൺ. അത് മരവിക്കും, തകർന്നു പോകും. അവരുടെ മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ ഏതാണ്ട് 40% തന്നെ ഇത്തരത്തിലുള്ള യുദ്ധ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ തലപ്പത്തുള്ള പല ആളുകൾക്കും അത് അവർക്കവിടെ നിയമവിധേയമാണ്. ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തേക്കെല്ലാം അത്തരത്തിൽ വരാം. അങ്ങനെ വലിയ ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ എല്ലാം തലപ്പത്തുള്ളവർക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യ പോലുള്ള പല രാഷ്ട്രങ്ങളിലും അത് വിലക്കപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ NDA ഗവൺമെൻറ് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവിടെ ഈ ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തിൻ്റെ ഇരകളായിട്ട് കൊല്ലപ്പെട്ടവർ, രക്തസാക്ഷിത്വം വരിച്ചവരിൽ 1.5 ലക്ഷത്തോളം ആളുകൾ, അതിലൊരു 40,000-ലധികം ആളുകൾ ഒരു പക്ഷേ നമ്മുടെ ഈ സൈനികരും പാരാമിലിറ്ററി ഫോഴ്സിൽപ്പെട്ടവരും സംസ്ഥാന പോലീസിൽപ്പെട്ടവരും ഒക്കെയാണ്. എന്നാൽ 1 ലക്ഷത്തിനും അപ്പുറം, ഏതാണ്ട് ഒരു 1.25 ലക്ഷത്തിനപ്പുറം ആളുകൾ സാധാരണ മനുഷ്യരാണ്. ജമ്മു കാശ്മീരിലെ സാധാരണ മനുഷ്യരാണ് ഭീകരവാദത്തിനിരയായി കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. അത് ആർട്ടിക്കിൾ 370 നിങ്ങൾ റദ്ദാക്കുന്നതിന് മുമ്പായാലും ശരി, അതിന് പിന്നീടായാലും ശരി, ഡിമോണിറ്റൈസേഷന് മുമ്പായാലും ശരി, ഡിമോണിറ്റൈസേഷൻ ശേഷമായാലും ശരി, ഇപ്പോൾ ഈ പുൽവാമ ഉൾപ്പെടെയുള്ള ഭീകര ആക്രമണങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷവും ഇപ്പോഴും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ ഫാബിയാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം അതൊരു വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള വാചകങ്ങളിൽ കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞു വന്നത്. അതിൽ നിന്ന് നമ്മൾ വരികൾക്കിടയിൽ നമ്മളത് വായിക്കണം. ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളെ നാം അമർച്ച ചെയ്യുകയും ഭീകരവാദത്തെ തുടച്ചു നീക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനിലെ ജനതയ്ക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി അല്ല മാറേണ്ടത്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ അത്തരത്തിൽ അവർ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യൻ ജനതയുമായി സഹവർത്തിത്വത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ചെന്നാൽ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒരേ മുറി ഷെയർ ചെയ്ത് സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നവരും പരസ്പരം സഹായിക്കുന്നവരുമായിട്ടുള്ളവരാണ്. അവർ നമ്മുടെ ഒരു ശത്രുതയൊന്നുമില്ല. പാകിസ്ഥാനിൽ പലപ്പോഴും അധികാരത്തിലെത്തുന്ന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് അതിർത്തിക്കപ്പുറത്താണ് ഭീഷണി, ഇന്ത്യയാണ് നിങ്ങളുടെ ഭീഷണി എന്നുള്ള നിലയിലേക്കെല്ലാം ഇത്തരത്തിൽ അവിടെ പ്രകോപനപരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അമേരിക്ക ഇടപെട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ മാന്തി പുണ്ണാക്കി എന്നുള്ളത് പോലെ ഒടുവിൽ അവിടെ നിന്ന് അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ച്, പടക്കോപ്പുകൾ മാത്രമല്ല, ട്രക്കുകൾ, വിമാനങ്ങൾ, അവരുടേതായിട്ടുള്ള ഈ മറ്റ് മിസൈൽ ലോഞ്ചറുകൾ, ടാങ്കുകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ടാങ്കുകളടക്കം ഉപേക്ഷിച്ചിട്ട് പോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന അത്യന്താധുനികമായ ആയുധങ്ങൾ പലതും നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത അമേരിക്കൻ അത്യന്താധുനികമായ ആയുധങ്ങൾ, ആ ആയുധങ്ങൾ ആരുടെ കൈകളിലേക്കാണ് ചെല്ലുന്നത് എന്നത് നമ്മൾ മറന്നു പോകരുത്. അവിടെ ഈ താലിബാനുമായി ഇപ്പോൾ US-ന് യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ മുഖ്യ ശത്രുവാണോ എന്നെല്ലാം പറഞ്ഞിരുന്നു. ആ താലിബാൻ അപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട്. ആ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റുമായി പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് നല്ല ബന്ധത്തിലല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയമുള്ളപ്പോൾ ഇന്ത്യ വളരെ ഈ കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് വേണം കാല് വയ്ക്കുന്നത്. ഓരോ കാൽച്ചുവടും വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കേണ്ടത്. ഈ അന്തർദേശീയ ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ എന്നുള്ളത് അത് വളരെ ഫ്രഗൈലാണ്. അത് അതേസമയം തന്നെ അത് ഹൈലി എക്സ്പ്ലോസീവുമാണ്. നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ഫാബിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ ശത്രു ഈ ഭീകരവാദമാണ്. മനുഷ്യരാശിയുടെ ശത്രു ഈ ഭീകരവാദമാണ്. ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. അവിടെ മറ്റു വിധത്തിലുള്ള നമ്മുടെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ അതിപ്പോൾ ഇന്ന നേട്ടങ്ങൾ, ഇന്ന കോട്ടങ്ങൾ, അതൊക്കെ മറ്റു കാര്യങ്ങളിരിക്കട്ടെ, നമുക്ക് ആഭ്യന്തരമായ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഈ പാകിസ്ഥാന് എതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ഈ ഭീകരവാദത്തിനെതിരായി നമ്മൾ നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഇൻഡസ് ട്രീറ്റിയെ സംബന്ധിച്ചുകൂടെ സാന്ദർഭികമായി പറയുകയുണ്ടായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എൻ്റെ ഓർമ്മ അയൂബ് ഖാനുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അത് അന്തർദേശീയ നാണ്യനിധിയുടെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് അതിൻ്റെ ഒരു ഒരു മധ്യസ്ഥം വഹിച്ച് അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്തതല്ല, മീറ്റിംഗ് എല്ലാം തന്നെ ഒരു ബ്രോക്കറേജ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ.
6 നദികൾ അങ്ങനെ ഉള്ളതിൽ 3 നദികളിൽ ഏതാണ്ട് നിയന്ത്രണം ഇന്ത്യക്കും 3 നദികളിൽ ഏതാണ്ട് അല്ലേ അല്ലേ ബ്രിഗേഡിയർ ശരിയല്ലേ 3 അത് വെസ്റ്റേൺ റിവേഴ്സും നമ്മൾ ഈസ്റ്റേൺ റിവേഴ്സും ഇതിൽ കുറേയൊക്കെ സാങ്കേതികമായ പല കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബ്രിഗേഡിയർക്ക് മാത്രം ലൈൻ ഓഫ് കൺട്രോൾ LOC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC. ഇപ്പോൾ നമുക്കിത് പ്രേക്ഷകരോട് പറഞ്ഞ് വിഷ്ണു അത് നമുക്ക് വളരെ പ്രയാസകരമാണ്. അദ്ദേഹത്തിന് പോലും പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ വാട്ട് ഈസ് LOC, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LOC ആൻഡ് LAC എന്നൊക്കെ പറഞ്ഞാലേ. തീർച്ചയായും ഈ ഷിംല കരാർ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തിരിച്ചടിയാകുമോ? ഷിംല അതിപ്പോൾ എന്താണ്, കാരണം ഒരു മൂന്നാമത്തെ കക്ഷിക്ക് ഉഭയകക്ഷി ഉണ്ട്. എന്തോ സാർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ലൈൻ ഓഫ് കൺട്രോൾ AGPL ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ അത് വാസ്തവത്തിൽ ഈ മിലിറ്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ, ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമേ കൃത്യമായി ഇതെല്ലാം ഈ കാര്യം മനസ്സിലാവും. ഗ്രൗണ്ട് പൊസിഷൻ ലൈൻ സിയാച്ചിനില്. റൈറ്റ്. ഈ നമ്മൾ ഈ 6 നദികളുടെ കാര്യത്തിൽ നമ്മൾ ഈ ട്രീറ്റി ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. അപ്പം നമുക്കിപ്പോൾ നമ്മൾ പറയാം നമ്മളിത് ഇപ്പോൾ ജലം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അജിംഷാദെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് വെള്ളം കൂടി മുട്ടിച്ച് നമുക്ക് പറയാം, വൈകാരികമായി പറയാം. പക്ഷേ ജലം അനിവാര്യമാണ് എന്നുള്ളത് പോലെ തന്നെ ജലത്തിൻ്റേതായ അത് വല്ലാതെ ഇങ്ങനെ ആ ജലസമ്പത്ത് സമൃദ്ധി അത് ഒരു അപ്പുറത്ത് അത് വേറൊരു പ്രശ്നവുമാണ്. എങ്ങനെ നാം ജലം വിട്ടു നൽകില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ചർച്ചകൾ പിന്നീട് തുടർന്ന് വരും. അതിൽ നമ്മൾ മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, കാരണം ഒരു ഷോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ ഈ ജലം എന്ത് ചെയ്യും? ജലം നമ്മൾ അണക്കെട്ടുകളുണ്ട്, അണക്കെട്ടുകൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുക, 70% അവർക്ക് നൽകുക, 30% നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കൃഷി ആവശ്യത്തിന് അതിൻ്റെ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം, കാര്യങ്ങൾ ശരിയാണ്. നമ്മളിത് മരവിപ്പിച്ചു എന്ന് പറയുന്നു, നമ്മൾ ജലം കൊടുക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്നു. ജലം കിട്ടിയില്ല എന്ന് വരുമ്പോൾ അവരിതുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ ഫോറങ്ങളിലേക്കെല്ലാം സമീപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ പല രാഷ്ട്രങ്ങളും എടുക്കുന്ന നിലപാട് ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ജലം അവിടെ നമ്മൾ നൽകില്ല, ഈ ജലം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയില്ല. കാരണം അത് ജലബോംബ് പോലെയാണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്, രാഷ്ട്രീയമായി മാത്രം പരിഹരിക്കാൻ കഴിയുന്നതായ കാര്യങ്ങളല്ല. അല്ല, ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും എന്ന ഷിംല കരാറിൻ്റെ അടിസ്ഥാനം ലംഘിക്കപ്പെടുന്നതോടുകൂടി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? പുറത്തു നിന്ന് മറ്റൊരു ശക്തിയുടെ ഇടപെടലിനെ അവിടെ സാധ്യമാക്കുകയല്ലേ? അജിംഷാദെ, അത് പാകിസ്ഥാൻ നിരവധി തവണ ലംഘിച്ചിട്ടുണ്ട്. ഷിംല കരാർ നമ്മൾ പിന്നെ 1971 ബംഗ്ലാദേശ് യുദ്ധ വിജയത്തിന് ശേഷം അല്ലെ, ശരിയല്ലേ? ശ്രീമതി ഗാന്ധിയും ഭൂട്ടോയുമായിട്ടാണ് ആ ഒരു കരാർ അങ്ങനെ ഒപ്പുവെച്ചത്. ആ കരാർ എത്രയോ തവണ പാകിസ്ഥാൻ അത് ലംഘിക്കുകയാണ്. ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ സാങ്കേതികത്വമൊന്നുമില്ല. നമ്മൾ അതേസമയം പല ഗവൺമെൻറ്റുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ BJP നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റാണ്. നേരത്തെ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ്. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഇപ്പോൾ VP സിംഗിൻ്റെ ഗവൺമെൻറ്, അതുപോലെ തന്നെ ദേവഗൗഡയുടെ ഗുജറാളിൻ്റെ ഗവൺമെൻറ്, അതിനു മുമ്പ് പിന്നെ ചന്ദ്രശേഖരൻ്റെ ഗവൺമെൻറ്, അതിനു മുമ്പ് മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്, പല പാർട്ടികളും പല നേതാക്കളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ കരാർ അന്ന് ശ്രീമതി ഗാന്ധിയുടെ കാലത്താണ് കരാർ ഒപ്പുവെച്ചത് എന്നുള്ളതുകൊണ്ട് പിൽക്കാലത്ത് ഒരു ഗവൺമെൻറ്റും അത്തരത്തിൽ ആ കരാറൊന്നും ലംഘിക്കാനും നമ്മൾ പോയില്ല. അതിൻ്റെ ആ സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ സാധാരണഗതിയിൽ പൊതുവിൽ പറഞ്ഞാൽ ഈ അന്തർദേശീയ കരാറുകളോട് നമ്മൾ ആ മാന്യത കൽപ്പിക്കുകയും അതിനോട് നമ്മൾ അതാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആയുധമായി സ്വീകരിച്ചതും. കാരണം അതൊരു വലിയ സാധ്യതയായി അവർ കണ്ടു നമ്മുടെ പഞ്ചശീല തത്വങ്ങളൊക്കെ. അതിന് തീർച്ചയായും അതൊരു ബ്രേക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകൾ നമുക്ക് കരുത്താണ്. നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എടുക്കുന്ന നിലപാട് നാം പ്രഖ്യാപിക്കുന്നത് അത് നമുക്ക് കരുത്താണ്. ബ്രിഗേഡിയർ എന്തോ പറയുന്നു? ബ്രിഗേഡിയർ സാർ. ഷിംല കരാറിൻ്റെ കാതലായ 2 പ്രൊവിഷൻസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ബൈലാറ്ററൽ റിലേഷൻസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഉണ്ടാകരുത് ഒന്ന്. പിന്നെ സാങ്ക്ടിറ്റി ഓഫ് ലൈൻ ഓഫ് കൺട്രോൾ ഇതാണ്. പക്ഷേ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ സാങ്ക്ടിറ്റി നമ്മൾ സിയാച്ചിൻ പിടിച്ചപ്പോൾ പോയി, 99 കാർഗിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ സാധ്യത പോയി. അപ്പോൾ ഷിംല കരാർ ഡിഫാക്ട് തീർച്ചയായും ഞാൻ വ്യക്തമാണ്. ബ്രിഗേഡിയർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ ഭീകരതയെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഏറ്റവും സമഗ്രമായും സമൃദ്ധമായും അത് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നീക്കങ്ങൾക്കായിരിക്കണം പ്രാമുഖ്യം നൽകേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഇപ്പോൾ സൗദിയിലെ സന്ദർശനമൊക്കെ വെട്ടിച്ചുരുക്കി ബീഹാറിലെത്തി
ആ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ തിരിച്ചടിക്കുമെന്നൊക്കെ മോദി പറയുന്നു. അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ അത്തരം ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ രീതികളാകരുത് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്, അല്ലേ? വളരെ തുറന്ന ശാസ്ത്രീയമായ നീക്കങ്ങൾ വേണം, അല്ലേ ബ്രിഗേഡിയർ? തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് പാകിസ്ഥാനിലെ ആർമിയുടെ പ്രിഡിക്കമെൻ്റ് ഉണ്ട്. അവരുടെ ഇൻറ്റേർണൽ സിറ്റുവേഷൻ നോക്കിയാൽ ഖൈബർ പഖ്തൂൺവ ആ ഏരിയയിൽ പഷ്തൂൺ തീവ്രവാദികളായിട്ടുള്ള സമരം നടക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ ചൈനയുടെ ഇൻസ്റ്റലേഷൻസിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 2 ഡിവിഷൻ തന്നെ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നു. ട്രെയിൻ അത് അത് ഞാൻ അങ്ങനെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അത് വളരെ അവിടുത്തെ സ്ത്രീകൾ വരെയാണ് അവരുടെ ആ സമരത്തിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പ്രെഡിക്കമെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഹിന്ദുക്കളെ നോക്കി ആണ് വധിച്ചത് എന്നുള്ളത് പ്രത്യേക കാര്യം. അവരുടെ ഉദ്ദേശം നമ്മുടെ ഇടയിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഇതിൽ വീണു പോകരുത്. ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതൊന്ന് കാര്യം. പിന്നെ വേറൊരു കാര്യം, ഏതാണ് ടാസ്ക് മിലിറ്ററിക്ക് കിട്ടാൻ പോകുന്നത് അത് ഞങ്ങൾ ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാനൊരു പൗരൻ്റെ രീതിയിൽ പറയുകയാണ്. ഒരു 2 വർഷമായിട്ട് ലോകത്തിൽ നാറ്റോയുടെ കൂടെ യുക്രൈൻ്റെ പിറകിൽ നാറ്റോ ഉണ്ട്, റഷ്യ ഉണ്ട്. 2 വർഷമായിട്ടും there is no solution. അങ്ങനെ ഒരു രീതിയിലേക്ക് പോയാൽ വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം യുക്രൈനും റഷ്യയും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യത്തിൽ സംശയമില്ല, പാകിസ്ഥാനല്ല എവിടെയായിരുന്നാലും ഇന്ത്യക്ക് ഭീഷണിയായ, ഇന്ത്യൻ സാധാരണക്കാർക്ക് ഭീഷണിയാകുന്ന ഭീകരവാദത്തെ തുടച്ചു നീക്കണം. നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ച പോലെ മനുഷ്യൻ്റെ ശത്രുക്കളാണവർ, അർദ്ധമാനവരാണ്, പകുതി മനുഷ്യരായിട്ടുള്ളൂ. ആ സിദ്ധാന്തമാണ് ഭീകരതയ്ക്ക്, അത് ഏത് വിഭാഗത്തിൻ്റെയും. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മിടുക്ക്, നയതന്ത്ര മിടുക്ക് ഇരിക്കുന്നത് ഇനിയുള്ള കാര്യങ്ങളിലാണ്. അത് ഏറ്റവും സമഗ്രമായി ചെയ്യണം, ഇന്ത്യക്ക് നഷ്ടമുണ്ടാകാതെ. ഇനി അതാണ് നിങ്ങളുടെ കൈകളിലാണ്, മീൻസ് ഭരണകൂടത്തിൻ്റെ. അതെ, നമ്മുടെ രാജ്യത്തിന് യാതൊരുവിധ നഷ്ടവും ഉണ്ടാകാതെ പാകിസ്ഥാനും വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ഭീകരത ഇല്ലാതാക്കുന്നതിനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലോ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത് താൽക്കാലികമായി ആരംഭിച്ചു. അതിൽ ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നടക്കുന്ന അവരുടെ GDP-യുടെ 23% വരുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. ആ മേഖലയെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെയാണ് ഈ നദിയിലെ ജലം അവർക്ക് ലഭ്യമായില്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത്. ഏതാണ്ട് 14 കോടിയിൽ പരം ജനങ്ങളാണ് അവിടെ കാർഷിക മേഖലയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഇത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടി തന്നെ ഇത്തരത്തിലുള്ള ഒരു കരാർ സർക്കാർ റദ്ദാക്കുകയല്ല, മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ പല നയങ്ങളും നിലപാടും. 2 കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹമാസ് മാതൃകയുള്ള ഒരു അറ്റാക്ക് നടന്നു എന്നുള്ള ഒരു കാര്യത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നാം ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹമാസ് നേതാക്കന്മാർക്ക് വീഡിയോ കോളിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്ല പറയട്ടെ, അത് പറയാതെ പോകാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും SIUടെയൊക്കെ മാർച്ചിനുള്ളിൽ മുസ്ലിം ബ്രദർഹുഡിലെ ഈജിപ്തിലെ ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ ചിത്രമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വഖഫ് ബില്ലടക്കം സമരങ്ങൾ ചെയ്തത്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെയൊക്കെ വളരെ തൊട്ടടുത്ത് ഇത്തരത്തിലുള്ള ആശയപരമായി പിന്തുണയ്ക്കുന്നവർ ഞാൻ ഇടയ്ക്കൂടെ പറഞ്ഞതല്ല, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെയാണ്. അല്ല, എല്ലാ വിധത്തിലുമുള്ള വർഗീയ നിദാനങ്ങളെയും മതേതരവാദികൾ പൊളിച്ചു മാറ്റും. ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളായ ഹസൻ അൽ ബന്നിയുടെ ചിത്രമാണ് കരിപ്പൂർ എയർപോർട്ടിലും മാർച്ചിന്റെ SIU അടക്കം ഉയർത്തിപ്പിടിച്ചത്. ഭീകരവാദികൾ അവരുടെ ആശയങ്ങളിൽ പ്രചോദിതരായവരൊക്കെ നമുക്ക് ചുറ്റുപാട് ഒരു പക്ഷം പിടിക്കുന്നു, അവർ ഹസനുൽ ബന്നയെ പിടിക്കുന്നു. വളരെ അടുത്തുണ്ട്. പറയാതെ പോകാൻ അതായത് ശ്രീ സമ്പത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം, അതായത് ഈ ശരിയാണ്, അവർക്ക് സ്ട്രൈക്കിലൂടെ ആഘാതം നൽകണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നിപ്പോൾ വിനോദസഞ്ചാരമാണ് കാശ്മീരിൻ്റെ ഏറ്റവും അവരുടെ അന്നമെന്ന് പറയുന്നത്. അതിൽ മണ്ണിട്ടവരോടുള്ള ദേഷ്യം കൂടിയുണ്ട്. അപ്പോൾ
സമ്പത്തുണ്ടായാൽ, സമൃദ്ധി ഉണ്ടായാൽ തീവ്രവാദത്തിന് ആളിനെ കിട്ടില്ല, തീവ്രവാദ കേന്ദ്രങ്ങൾക്ക്. അതൊരു ബേസിക് ഫോർമുലയാണ്. അരാജകത്വം, GDP-യുടെ കാര്യം പറഞ്ഞു പാകിസ്ഥാനിൽ, അവിടെ അരാജകത്വം സൃഷ്ടിച്ചാൽ അത് ഭീകരവാദികൾക്ക് കൂടുതൽ സാധ്യതയുള്ള വിളനിലമാവുകയാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ കൂടിയുണ്ട് അവിടെ. അപ്പോൾ സൂക്ഷ്മമായി കാര്യം കൈകാര്യം ചെയ്യണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമ്പത്ത്. അജിംഷാദെ, വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ജമ്മു കാശ്മീരികളല്ല, നമ്മൾ ഇന്ത്യക്കാർ, നമ്മളെല്ലാവരും ഇപ്പോൾ തെക്കേ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. മറ്റ് ഇന്ത്യക്കാർ വാസ്തവത്തിൽ അവരോട് നീതി പുലർത്തിയിട്ടുണ്ടോ? പാകിസ്ഥാൻ ഒരു നീതിയും പുലർത്തിയിട്ടില്ല. അവർക്ക് ജീവനും സ്വത്തിനും അവർക്കെല്ലാം മാനത്തിനും അടക്കം ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിട്ടേ ഉള്ളൂ. ആ ജമ്മു കാശ്മീർ ജനത അവർ ഒരുമിച്ച് നിൽക്കുകയാണ്, ഭീകരവാദത്തിനെതിരായി ഒരുമിച്ച് നിൽക്കുകയാണ്. കുട്ടികൾ മുതൽ വൃദ്ധന്മാരും വൃദ്ധകളും വരെ. തീർച്ചയായും ഈ വെടിയേറ്റ് വീണ തൻ്റെ പിതാവിൻ്റെ നെറുകയിലേക്ക് പോയി ചുംബിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ കുട്ടിയടക്കം ഭീകരവാദത്തിനെതിരായുള്ള നിലപാടുമായി പാകിസ്ഥാൻ മുർദാബാദ് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഭീകരവാദത്തിനെതിരായി ഒരുമിച്ച് നിൽക്കുക. തീർച്ചയായും മറ്റെല്ലാം ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഭാഷാപരമായും സാംസ്കാരികപരമായൊക്കെ നമ്മളെല്ലാവരും പല കോണുകളിൽ താമസിക്കുന്നവരെല്ലാം വ്യത്യസ്തരാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ കാശ്മീരിലായാലും തെക്കേ ഇന്ത്യയിലായാലും നമ്മളെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ ഭീകരതയ്ക്കെതിരെ അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. തീർച്ചയായും എല്ലാ കാര്യത്തിലും ഇത് വേണം, ഇങ്ങനെ തന്നെ ആകണമെന്ന് തന്നെയാണ് ഇവിടെ പാനലുകൾ BJP-യോട് അടക്കം ഉപദേശിച്ചത്. എന്തായിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് പൂർണ്ണമാകുന്നു.